കർക്കിടകം 1-ാം തീയതി സംക്രാന്തി ദിനമായി ആചരിക്കുന്ന പാലക്കാട് ജില്ലയിൽ തലേന്ന് രാത്രിയിൽ കൈകളിൽ മൈലാഞ്ചി അണിയുന്ന തനതാചാരം ഇന്നും ഗ്രാമീണ മേഖലകളിൽ സജീവമാണ്. തലമുറകളായി കൈമാറി വരുന്ന ഈ പതിവ് കർക്കിടക മാസത്തെ ഭക്തിയോടെയും പ്രതീക്ഷയോടെയും വരവേൽക്കുന്ന ചടങ്ങിന്റെ ഭാഗമായാണ് വിശ്വാസികൾ ആചരിക്കുന്നത്. കർക്കിടകം 1-ന് മുന്നോടിയായി വീടുകളിൽ ശേഖരിക്കുന്ന മൈലാഞ്ചി ഇല നന്നായി അരച്ച് സ്ത്രീകളും കുട്ടികളും കൈകളിൽ ഇടുന്നതാണ് പതിവ്. ചില പ്രദേശങ്ങളിൽ കാലുകളിലും മൈലാഞ്ചി അണിയാറുണ്ട്. രാത്രിയിട്ട മൈലാഞ്ചി പിറ്റേന്ന് രാവിലെയോടെ ചുവന്ന നിറം പകരുന്നതിനെ ശുഭലക്ഷണമായാണ് കണക്കാക്കുന്നത്. പുതുമാസം സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവും നിറഞ്ഞതാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ ആചാരം പിന്തുടരുന്നത്. കർക്കിടകത്തെ വരവേൽക്കുന്ന ചടങ്ങുകളുടെ ഭാഗമായി മിഥുന മാസത്തിന്റെ അവസാന ദിവസം വീടുകൾ വൃത്തിയാക്കുകയും പാലക്കാടിന്റെ തനത് ആചാരങ്ങളായ ചേട്ടകളയൽ, ശീപോതി വയ്ക്കൽ എന്നിവ നടത്തുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് മൈലാഞ്ചിയിട്ട് സംക്രാന്തിയെ വരവേൽക്കുന്ന പതിവ്. പിറ്റേന്ന് പുലർച്ചെ കുളിച്ച് പ്രാർത്ഥന നടത്തി കർക്കിടക മാസത്തെ സ്വീകരിക്കുന്നതാണ് കുടുംബങ്ങളിലെ പതിവ്. മൈലാഞ്ചി അണിയുന്നത് ഒരു അലങ്കാര ആചാരം മാത്രമല്ല, ഔഷധ ഗുണങ്ങളുള്ള സസ്യമായതിനാൽ മഴക്കാലത്ത് ശരീരത്തിന് ശീതളതയും ആശ്വാസവും നൽകുമെന്ന വിശ്വാസവും ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ടുതന്നെ ആത്മീയ വിശ്വാസത്തിനൊപ്പം ആരോഗ്യപരമായ പ്രാധാന്യവും ഈ ആചാരത്തിന് കൽപ്പിക്കപ്പെടുന്നു. കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം പല പരമ്പരാഗത ആചാരങ്ങളും മങ്ങിപ്പോയെങ്കിലും പാലക്കാട് ജില്ലയിലെ ഒട്ടേറെ ഗ്രാമങ്ങളിൽ ഇന്നും കുടുംബാംഗങ്ങൾ ഒന്നിച്ചുകൂടി മൈലാഞ്ചി അരച്ച് കൈകളിൽ അണിയുന്ന പതിവ് തുടരുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കും യുവതലമുറയ്ക്കും ഈ ആചാരങ്ങൾ പരിചയപ്പെടുത്തി പാരമ്പര്യം കൈമാറാൻ മുതിർന്നവർ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.